ഹലോ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാർത്താണ്ഡവർമ്മയുടെ സമയത്തുള്ള കാര്യങ്ങളാണ്. അതായത് മാർത്താണ്ഡവർമ്മയുടെ പറ്റിയിട്ടും പുള്ളിക്കാരൻ്റെ അനക്സേഷൻസും പുള്ളിക്കാരൻ്റെ അഡ്മിനിസ്ട്രേഷനും കൾച്ചറൽ പ്രോഗ്രസ്സും എല്ലാം നമുക്ക് നോക്കാം. സോ 18th സെഞ്ച്വറിയിലാണ് കേട്ടോ മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ പോലുള്ള രാജാക്കന്മാർ വേനാട് അല്ലെങ്കിൽ ട്രാവൻകൂറിനെ ഭരിക്കുന്നത്. അപ്പം മാർത്താണ്ഡവർമ്മയുണ്ട് 1729 to 1758 ആണ് കാലഘട്ടം. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്നത് ധർമ്മരാജയാണ്. ധർമ്മരാജയുടെ ശരിക്കുള്ള നെയിമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. 1758 മുതൽ 1798 വരെ ഭരിച്ചു. അപ്പം ഇവർ രണ്ടില് മാർത്താണ്ഡവർമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഒരുപാട് നെയ്ബറിങ് സ്റ്റേറ്റ്സിനെ തൻ്റെ രാജ്യത്തിലേക്ക് പിടിച്ചടക്കിയിട്ട് ട്രാവൻകൂർ എക്സ്പാൻഡ് ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ മൈസൂരിൽ നിന്ന് ത്രെട്ട് വന്നപ്പോഴേക്ക് ട്രാവൻകൂറിനെ പ്രിസർവ് ചെയ്തത് ധർമ്മരാജയായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ക്ലാസ്സിൽ മാർത്താണ്ഡവർമ്മയുടെ പോളിസീസിനെ പറ്റിയിട്ട് നോക്കാം. അപ്പം മാർത്താണ്ഡവർമ്മ ഭരിക്കുന്ന സമയത്ത്, അതായത് മാർത്താണ്ഡവർമ്മ ഒരു തൃപ്പപ്പൂർ സ്വരൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൻകൂറാണ്, അല്ലെങ്കിൽ തിരുവിതാംകൂറാണ്. ട്രാവൻകൂറിൽ ഒരു പ്രോപ്പർ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഫിനാൻസസ് ആണെങ്കിൽ ഭയങ്കര അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ് കിടന്നിരുന്നത്. അതുപോലെ തന്നെ കിങ്ങിൻ്റെ അതോറിറ്റിയെ ആരും റെസ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പകരം പിള്ളമാരും മാടമ്പിമാരും ഒക്കെ ആയിരുന്നു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഫ്യൂഡൽ എലമെൻറ്റ്സ് ആയിരുന്നു ഇവരെല്ലാം. ഇവർക്കെല്ലാം യോഗക്കാർ എന്ന് പറഞ്ഞൊരു കൂട്ടർ സപ്പോർട്ടും കൊടുത്തിരുന്നു. അപ്പം ഈ പിള്ളമാർക്കും മാടമ്പിമാർക്കും ആയിരുന്നു സ്റ്റേറ്റിലെ കാര്യങ്ങളിൽ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത്, കിങ്ങിനല്ല. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ യൂറോപ്യൻ റൈവലറീസ് ഒരുപാട് പേരുണ്ടായിരുന്നത്, അത് ഡച്ചും ഇംഗ്ലീഷും ഒക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതായത് പിള്ളമാർ, മാടമ്പിമാരും യോഗക്കാരും യൂറോപ്യൻസും ഒക്കെ ആയിട്ട് മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ ഒരു ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു ട്രാവൻകൂറിൽ അന്ന് ഉണ്ടായിരുന്നത്. മാർത്താണ്ഡവർമ്മ യൂസ് ചെയ്തത് ഒരു ബ്ലഡ് ആൻഡ് അയൺ പോളിസിയാണ്. അതായത് പുള്ളിക്കാരൻ്റെ ബേസിക് എയിം എന്ന് പറഞ്ഞാൽ ഫ്യൂഡൽ എലമെൻസിനെ എങ്ങനെയും ക്രഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അവരെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം, എന്നിട്ട് കിങ്ങിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ റോയൽ അതോറിറ്റീനെ സുപ്രീം ആക്കണം എന്നുള്ളതായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ. അപ്പം യുവരാജ ആയിരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ടും മധുരയുടെ നായക്സുമായിട്ടും ഒക്കെ ട്രീറ്റുകളിൽ ഏർപ്പെട്ടിരുന്നു. എന്തിനാണ്? ഫ്യൂഡൽ എലമെൻസിനെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. He established a centralized monarchy and expansion of Travancore into a powerful military state. അങ്ങനെ മാർത്താണ്ഡവർമ്മ ഇതെല്ലാം അയാൾ സക്സസ് ആയി. അതായത് ഫ്യൂഡൽ ബാരൻസിനെ അയാൾ ഡിസ്ട്രക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ അയാളൊരു സെൻട്രലൈസ്ഡ് മൊണാർക്കി എസ്റ്റാബ്ലിഷ് ചെയ്തു ട്രാവൻകൂറിൽ. അതുപോലെ ട്രാവൻകൂർ കിങ്ഡം അയാൾ എക്സ്പാൻഡ് ചെയ്തു ഇൻറ്റു എ പവർഫുൾ മിലിറ്ററി സ്റ്റേറ്റ്. സോ മാർത്താണ്ഡവർമ്മയുടെ ഓരോ ഘട്ടങ്ങളിലുള്ള അറ്റൻഷൻസ് എങ്ങോട്ടേക്കാണ് പോയി നോക്കിയാൽ ആദ്യം അയാൾ ഫസ്റ്റ് അറ്റൻഷൻ വേഴ്സ് ടു ദ ടാസ്ക് ഓഫ് റീഓർഗനൈസേഷൻ ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒക്കെ ഭയങ്കര പൊളിഞ്ഞു കിടക്കുന്നൊരു സമയമായിരുന്നു. ഫിനാൻസസ് ഒക്കെ ഭയങ്കരമായിട്ട് അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടൊരു സമയമായിരുന്നു. സോ ഫിനാൻസസ് വെർ ഇംപ്രൂവ്ഡ്. ഓൾസോ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഒരു എക്കണോമി ഒക്കെ എൻഷുർ ചെയ്തു. അതായത് ഭയങ്കരമായിട്ട് ചിലവാക്കാണ്ട് ഒരു എക്കണോമിക്കൽ രീതിയിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എല്ലാം മാനേജ് ചെയ്യാനായിട്ട് അയാൾ ശ്രദ്ധിച്ചിരുന്നു. മിലിറ്ററി ഫോഴ്സസിനെ മാർത്താണ്ഡവർമ്മ റീഓർഗനൈസ് ചെയ്തിരുന്നു. അവരിൽ ബെറ്റർ ആയിട്ടുള്ള ആംസും ഡിസിപ്ലിനും എല്ലാം മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്നു മിലിറ്ററി ഫോഴ്സസിൽ. റൈറ്റ്. നെക്സ്റ്റ്, സപ്രഷൻ ഓഫ് പിള്ളമാർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പിള്ളമാരും മാടമ്പിമാരും യോഗക്കാരും ഒക്കെ ഫ്യൂഡൽ എലമെൻറ്റ്സ് ആയിരുന്നു. അവർ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ സമയത്ത് ഉണ്ടായിരുന്ന രണ്ട് റിബൽസ് ആയിരുന്നു പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും. ഈ രണ്ട് തമ്പിമാർ തൃപ്പപ്പൂരിൽ, അതായത് ട്രാവൻകൂറിൽ ത്രോണിന് അവർക്ക് അവകാശമുണ്ടെന്നുള്ള രീതിയിൽ അവർ വന്നു. അപ്പോൾ ഇവർക്ക് യോഗക്കാരും പിള്ളമാർസും എല്ലാം സപ്പോർട്ട് കൊടുത്തിരുന്നു. ഈവൻ മധുരൈ നായക്സ് പോലും ഇവർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നു. പിന്നീട് അദ്ദേഹം ഈ തമ്പീസിനെ ക്യാപ്ചർ ചെയ്യുകയും അവരെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ റെബൽ ചെയ്ത എല്ലാ ലീഡേഴ്സിനെയും ക്യാപ്ചർ ചെയ്തിട്ട് അവരെല്ലാം എന്നാ പറയുക, പിള്ളമാർസിനൊക്കെ ആയാലും ഹി പുട്ട് ടു ഡെത്ത്. അതുപോലെ തന്നെ അവരുടെ പിള്ളമാരുടെ വുമണിനെയും ചിൽഡ്രനെയും എല്ലാം സ്ലേവ്സ് ആയിട്ട് സെല്ല് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഫ്യൂഡൽ സിസ്റ്റത്തിനെ മൊത്തത്തിൽ മാർത്താണ്ഡവർമ്മ ഡിസ്ട്രോയ് ചെയ്തു. എന്നിട്ട് എ ന്യൂ എറ ഓഫ് സ്ട്രോങ് ആൻഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. രണ്ടാമതായിട്ട് അയാൾ ചെയ്തതാണ്, അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മ ചെയ്തതാണ്, അബ്സോർപ്ഷൻ ഓഫ് ആറ്റിങ്ങൽ. To prevent Article Thamburatis from entering into independent transactions with the foreign powers like Dutch and English,
ആറ്റിങ്ങൽ വാസ് അനെക്സ്ഡ് ടു ട്രാവൻകൂർ. അത് കാരണം എന്താണ്? ആറ്റിങ്ങൽ തമ്പുരാട്ടീസിനെ ഡച്ചുമായിട്ടും ഇംഗ്ലീഷുമായിട്ടും ഒക്കെ കരാറിൽ ഏർപ്പെടുന്നതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. നെക്സ്റ്റ് കൊല്ലമായിട്ടുള്ള വാറാണ്. കൊല്ലമായിട്ട് അല്ലെങ്കിൽ കൊല്ലം ഹോസ് നോൺ ആസ് ദേശിങ്കനാട്. അപ്പം ആദ്യം ആറ്റിങ്ങലായിരുന്നു. ആദ്യം ഫ്യൂഡൽ എലമെൻസിനെ തോൽപ്പിച്ചു. സെക്കൻഡ് ആറ്റിങ്ങലിനെ കൺട്രോൾ ചെയ്തു. ദെൻ വി ഹാവ് കൊയിലോൺ അല്ലെങ്കിൽ ദേശിങ്കനാടിലേക്ക് വന്നു. ആ സമയത്ത് ദേശിങ്കനാടിൽ ഉണ്ടായിരുന്നത് ഉണ്ണി കേരളവർമ്മനാണ്. ഉണ്ണി കേരളവർമ്മ വാസ് ഹിസ് അങ്കിൾ. അപ്പോൾ മാർത്താണ്ഡവർമ്മ വരുമ്പോഴത്തേക്കും ഉണ്ണി കേരളവർമ്മ കായംകുളം റൂളറുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കി മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ തൃപ്പപ്പൂർ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ ആർമി വാസ് അണ്ടർ ദളവ അറുമുഖൻ പിള്ളൈ. അപ്പോൾ അറുമുഖൻ പിള്ളൈ ഏത് സ്ഥലത്തേക്കുള്ള ഒരു അനക്സേഷൻ ആണ് നയിച്ചതെന്ന് ചോദിച്ചാൽ അത് ദേശിങ്കനാടിലേക്ക് അല്ലെങ്കിൽ കൊയിലണിലേക്ക് ആയിരുന്നു. ഈ അറുമുഖൻ പിള്ളൈ അങ്ങനെ ഏത് രാജയാണ്? ഉണ്ണി കേരളവർമ്മനെ ഡിഫീറ്റ് ചെയ്തിരുന്നു. സോ ഇപ്പോൾ നമുക്ക് കൊല്ലം കഴിഞ്ഞു, അതായത് കൊയിലോൺ കഴിഞ്ഞ നെക്സ്റ്റ് വാർ എന്ന് പറയുന്നത് കായംകുളത്തേക്കാണ്. കാരണം കൊയിലോണിനെ അല്ലെങ്കിൽ ഉണ്ണി കേരളവർമ്മനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കായംകുളം രാജയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും കായംകുളത്തേക്കായിരിക്കും മാർത്താണ്ഡവർമ്മ അടുത്തതായിട്ട് പോകുന്നത്. അങ്ങനെ മാർത്താണ്ഡവർമ്മ വരുന്നത് കണക്കിലാക്കി കായംകുളം രാജ എന്ത് ചെയ്തു? കൊച്ചി, പൊറക്കാട്, വടക്കങ്കൂർ ഈ സ്ഥലങ്ങളിൽ നിന്നും സപ്പോർട്ട് ശേഖരിച്ച് വെച്ചിരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കൊല്ലത്തുണ്ടല്ലോ, കൊല്ലം ഉണ്ണി കേരളവർമ്മനെ നമ്മൾ തിരുവിതാംകൂറിൽ പ്രിസണറായിട്ട് വെച്ചിരുന്നു. ഈ ഉണ്ണി കേരളവർമ്മനെ നമ്മുടെ കായംകുളം രാജ കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിക്കാരനെ പിന്നെയും കൊയിലോണിലേക്ക് കൊണ്ടുവരുന്നു ഒരു റെബലായിട്ട്. എന്നിട്ട് കായംകുളം രാജ വന്ന് നമ്മുടെ റാണി ഓഫ് ആറ്റിങ്ങലിനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ആറ്റിങ്ങൽ ട്രാവൻകൂറിൻ്റെ കൺട്രോളിലാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ റാണി ഓഫ് ആറ്റിങ്ങലിനെ ഇൻസൾട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ട്രാവൻകൂറിനെതിരെയുള്ള ഒരു റെബല്യൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ആർമി എന്ത് ചെയ്തു? നെടുമങ്ങാടിനെയും കൊട്ടാരക്കരേനെയും സീസ് ചെയ്തു. കൊട്ടാരക്കര അന്ന് അറിയപ്പെട്ടിരുന്നത് ഇളയടത്ത് സ്വരൂപം എന്നാണ്. ഈ ഇളയടത്ത് സ്വരൂപവും കായംകുളവുമായിട്ട് ഒരു അലയൻസ് ഒക്കെ ഉണ്ടാക്കി ട്രാവൻകൂറിനെതിരെ പോവാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുമ്പോഴാണ് നമ്മുടെ ട്രാവൻകൂർ ആർമി വന്നിട്ട് കൊട്ടാരക്കരനെ സീസ് ചെയ്യുന്നത്. റൈറ്റ്. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം കൊയിലോണിൽ പിന്നെയും റെബലിയൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ഉണ്ണി കേരളവർമ്മ തിരിച്ച് കൊയിലോണിൽ പോയിട്ടുണ്ട്. അപ്പം അതിനെതിരെ കൊയിലോണിനെ അനക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് രാമയ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ ഒരു ട്രസ്റ്റഡ് ദളവേനെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഈ നെയിം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, രാമയ്യൻ എന്നുള്ള നെയിം. രാമയ്യൻ ഫെയിൽഡ് ടു അക്കംപ്ലിഷ് ഹിസ് മിഷൻ ടു ക്യാപ്ചർ കൊയിലോൺ. പക്ഷേ ഈ പേര് ഓർത്തിരിക്കുക, രാമയ്യൻ വാസ് ഹിസ് ട്രസ്റ്റഡ് ദളവ ഹു വാസ് സെൻറ്റ് അഗേൻസ്റ്റ് കൊയിലോൺ. അതിനുശേഷം മാർത്താണ്ഡവർമ്മ ഇംഗ്ലീഷ് ഫോഴ്സസിനെ ഫ്രഞ്ച് ഫോഴ്സസിനെ ഉപയോഗിച്ച് തൻ്റെ മിലിറ്ററിയെ കുറച്ചുകൂടെ റിന്യൂ ചെയ്തിട്ട് പിന്നെയും കൊയിലോണിലേക്ക് ഫോഴ്സസിനെ അയക്കുകയും കായംകുളം റൂളറിനെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ കായംകുളം കഴിഞ്ഞു. നെക്സ്റ്റ് അയാൾ ഫെയിലായി ആ ഒരു മിഷനിൽ. നെക്സ്റ്റ് വി ഹാവ് വാർ അഗെയിൻസ്റ്റ് ഇളയടത്ത് സ്വരൂപം. നമ്മൾ നേരത്തെ കണ്ടു, അനക്സ് ചെയ്തിരുന്നു. നെടുമങ്ങാടിനെയും കൊട്ടാരക്കരേനെയും അനക്സ് ചെയ്തിരുന്നു കായംകുളം രാജയുമായിട്ട് അലയൻസിൽ ഏർപ്പെടുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇളയടത്ത് സ്വരൂപത്തിലേക്ക് ക്യാമ്പയിൻ നടത്തുകയാണ് മാർത്താണ്ഡവർമ്മ. അതായത് ഇളയടത്ത് സ്വരൂപത്തിൻ്റെ ചീഫ്, നമ്മൾ നേരത്തെ അനക്സ് ചെയ്തിട്ട് ഇളയടത്ത് സ്വരൂപത്തിൻ്റെ ഒരു ചീഫിനെ ട്രാവൻകൂറിൽ കൺഫൈൻമെൻറ്റിൽ വെച്ചിരുന്നു. പുള്ളിക്കാരൻ മരിച്ചതോടുകൂടി അവിടുത്തെ ഒരു പ്രിൻസസ് സക്സഷൻ വേണമെന്ന് ക്ലെയിം ചെയ്തു. പക്ഷേ മാർത്താണ്ഡവർമ്മ അത് അനുവദിച്ചില്ല. അങ്ങനെ ഈ ഡച്ച് എന്ത് ചെയ്തു? ആ സമയത്ത് ഡച്ച് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് ഈ പ്രിൻസസിനെ സപ്പോർട്ട് ചെയ്ത് ഡച്ച് ഫ്രണ്ടിലേക്ക് വന്നു. അങ്ങനെ ഡച്ചിൻ്റെ ഒരു ഓഫീസറായിട്ടുള്ള വാൻ ഇംഹോവ് മാർത്താണ്ഡവർമ്മേനെ കാണാൻ വരികയും നെയ്ബറിങ് സ്റ്റേറ്റുമായിട്ട് ഇങ്ങനെയൊക്കെ ഈ ഒരു പോളിസി കണ്ടിന്യൂ ചെയ്യരുത് എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. ഇത് കുറച്ചുകൂടെ സിറ്റുവേഷൻ അഗ്രവേറ്റ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ട്രാവൻകൂർ ഫോഴ്സ് അണ്ടർ മാർത്താണ്ഡവർമ്മ വെൻറ്റ് ഫോർ എ ബാറ്റിൽ അഗേൻസ്റ്റ് ഇളയടത്ത് സ്വരൂപം ആൻഡ് ദ ഡച്ച്. ആൻഡ് ഇവരെ ഡിഫീറ്റ് ചെയ്തു. ഈ ഇളയടത്ത് സ്വരൂപത്തിനെയും ഡച്ചിനെയും എല്ലാം മാർത്താണ്ഡവർമ്മ ഡിഫീറ്റ് ചെയ്തു. അങ്ങനെ ട്രാവൻകൂറിലേക്ക് ഇളയടത്ത് സ്വരൂപത്തിനെ അനക്സ് ചെയ്യുകയും ചെയ്തു. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി വി ഹാവ് ദ ബാറ്റിൽ ഓഫ് കൊളച്ചിൽ. ബാറ്റിൽ ഓഫ് കൊളച്ചിൽ 1741 ആണ്. ഈ ഡേറ്റ് ഓർത്ത് വെച്ചേക്കാം. അതായത് ഡച്ചിന് ഇന്ത്യയിലുള്ള അംബിഷൻസിന് ഒരു വലിയ വിലങ്ങുതടിയായിട്ട് നിന്ന് അല്ലെങ്കിൽ ഒരു വലിയ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിയിരുന്നതാണ് ബാറ്റിൽ ഓഫ് കൊളച്ചിൽ എന്ന് പറഞ്ഞാൽ. സോ ഡച്ച് അവരുടെ ആർമീനെ സെയിലോണിൽ നിന്നാണ് കൊണ്ടുവന്നത്. സെയിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശ്രീലങ്കയാണ്. അവിടെ നിന്ന് കൊളച്ചിലേക്ക് വാറിന് വേണ്ടിയിട്ട് ഡച്ച് അവരുടെ ആർമിയെ കൊണ്ടുവന്നിരുന്നു.
എന്നിട്ട് ഇവർ കൽക്കുളത്തേക്ക് എത്തി. ക്യാപിറ്റൽ ഓഫ് മാർത്താണ്ഡവർമ്മ. അങ്ങനെയാണ് ബാറ്റിൽ ഓഫ് കൊളച്ചിൽ നടക്കുന്നത്. ബാറ്റിൽ ഓഫ് കൊളച്ചിൽ നടക്കുന്നത് 10th of August 1741 ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, 10th of August 1741. റൈറ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും നമുക്കറിയാം മാർത്താണ്ഡവർമ്മ ജയിച്ചു. ഒരുപാട് ഡച്ച് ആളുകളെ പ്രിസണേഴ്സായിട്ട് ക്യാപ്ചർ ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരാളാണ് ഡി ലെനോയ്, ക്യാപ്റ്റൻ ഡി ലെനോയ്. ഡി ലെനോയിനെയാണ് നമ്മൾ പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ ആർമിയിൽ വലിയ കപ്പിത്താനായിട്ട് കാണപ്പെടുന്നത്. വലിയ കപ്പിത്താൻ ആയിട്ട് ആ ഒരു ടൈറ്റിലൊക്കെ ഡി ലെനോയ്ക്ക് കൊടുത്തു. ഡി ലെനോയ് ആണ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ ആർമിയെ പലയിടത്തായിട്ടും ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് അനക്സേഷൻ ഓഫ് കായംകുളമാണ്. നമ്മൾ കണ്ടായിരുന്നു, ആറ്റിങ്ങൽ അനക്സ് ചെയ്തു, കൊല്ലത്തേക്ക് പോയി. കായംകുളത്തേക്ക് വാർ ഉണ്ടായിരുന്നെങ്കിലും കായംകുളം അനക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഡച്ചിനെ ഡിഫീറ്റ് ചെയ്തു. ഇനി പിന്നെയും കായംകുളത്തേക്ക് അനക്സ് ചെയ്യാൻ പോവാണ്, അനക്സ് ചെയ്യപ്പെടും. അതായത് ആ സമയത്ത് നമ്മുടെ ട്രാവൻകൂർ ആർമി വാസ് അണ്ടർ രാമയ്യൻ ദളവ. നമ്മൾ നേരത്തെ കണ്ടു, രാമയ്യൻ കൊയിലോണിലേക്ക് പോയ അതേ രാമയ്യൻ ദളവയാണ് പിന്നീട് കായംകുളത്തേക്കും പോകുന്നത്. കായംകുളം ആർമിയെ ഡിഫെൻഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ലീഡ് ചെയ്തിരുന്നത് അച്യുത വാര്യറായിരുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്, അച്യുത വാര്യറിൻ്റെ നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം രാമയ്യൻ ദളവ വേഴ്സസ് അച്യുത വാര്യറാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ട്രീറ്റി ഓഫ് മാന്നാർ വഴി കായംകുളം ട്രാവൻകൂറിൻ്റെ വാസലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ദിസ് ട്രീറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ട്രീറ്റി ഓഫ് മാന്നാർ 1742. കായംകുളം ബിക്കെയിം എ വാസൽ ഓഫ് ട്രാവൻകൂർ. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അനക്സേഷൻ ഓഫ് കായംകുളം ഹീ ഗോസ് ടു അമ്പലപ്പുഴ. അപ്പം അമ്പലപ്പുഴയിലെ ഫോഴ്സസിനെ ലീഡ് ചെയ്തിരുന്നത് മാത്തൂർ പണിക്കറും തെക്കേടത്ത് ഭട്ടത്തിരിയാണ്. 2 names. ഇവർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേ ലെഡ് ദി ഫോഴ്സ് അഗെയിൻസ്റ്റ് ട്രാവൻകൂർ ഫോർ അമ്പലപ്പുഴ. റൈറ്റ്. അപ്പോൾ ഈ ഒരു ഫോഴ്സ്, നമ്മുടെ ട്രാവൻകൂർ ഫോഴ്സ് ലീഡ് ചെയ്തിരുന്നത് അന്ന് ഡി ലെനോയാണ്, നമ്മുടെ വലിയ കപ്പിത്താനാണ്. അങ്ങനെ അവർ അമ്പലപ്പുഴേനെ അനക്സ് ചെയ്തു. അമ്പലപ്പുഴേനെ അനക്സ് ചെയ്തതിന് ശേഷം പിന്നീട് തെക്കുംകൂറും വടക്കുംകൂറും, ബാക്കി 2 പേരുണ്ടല്ലോ, അപ്പം പുറക്കാട്, തെക്കുംകൂർ, വടക്കുംകൂർ പോലുള്ള സ്ഥലങ്ങളായിരുന്നു കായംകുളത്തിന് സപ്പോർട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ ഇവർ തെക്കുംകൂറിനെ വടക്കുംകൂറിനെയും ട്രാവൻകൂറിലേക്ക് അനക്സ് ചെയ്ത് വലിയ ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ അനക്സ് ചെയ്യാൻ പറ്റി. അതിനുശേഷം മീനച്ചിൽ വാസ് ഓൾസോ അനക്സ്ഡ് ടു ട്രാവൻകൂർ. മീനച്ചിൽ വാസ് അണ്ടർ നിജാവക്കത്ത് കർത്താസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുടെ കീഴിലായിരുന്നു മീനച്ചിൽ ഉണ്ടായിരുന്നത്. മീനച്ചിലിനെയും പെട്ടെന്ന് തന്നെ ട്രാവൻകൂറിലേക്ക് അനക്സ് ചെയ്തു. തെക്കുംകൂർ അനക്സ് ചെയ്ത് വടക്കുംകൂറിനെ അനക്സ് ചെയ്തു. എന്നിട്ട് ദെൻ ദർ വാസ് എ ട്രീറ്റി ഓഫ് മാവേലിക്കര. ട്രീറ്റി ഓഫ് മാവേലിക്കര എന്ന് പറയുന്നത് ഡച്ചുമായിട്ട് നടന്നൊരു ട്രീറ്റിയാണ് 1753. ഈ ട്രീറ്റി പറയുന്നത് ഡച്ച് ഇനി ഒരിക്കലും നമ്മുടെ നേറ്റീവ് കാര്യങ്ങളിൽ ഇടപെടില്ല. ഇതും കൂടി ആയപ്പോൾ പിന്നെ നമ്മുടെ സുപ്രീമസി ഓഫ് ട്രാവൻകൂർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് പറ്റി. കാരണം ഡച്ചിൻ്റെ ശല്യവും ഇപ്പം ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് ട്രീറ്റി ഓഫ് മാവേലിക്കരയിലൂടെ. അമ്പലപ്പുഴേനെ അനക്സ് ചെയ്തു, വടക്കുംകൂറും തെക്കുംകൂറും മീനച്ചിലും ഒക്കെ നമ്മൾ അനക്സ് ചെയ്തെടുത്തു. ആറ്റിങ്ങൽ ഇപ്പോൾ നമ്മുടെ കൺട്രോളിലുണ്ട് അല്ലേ, കൊല്ലമുണ്ട്. അപ്പം അങ്ങനെ നെയ്ബേഴ്സിനെ ഒക്കെ നമുക്ക് അനക്സ് ചെയ്തെടുക്കാൻ പറ്റി. ഇനി റെബല്യൻസ് ഇൻ ദ നോർത്തിലേക്ക് പോകുമ്പം നമുക്ക് നേരത്തെ നമ്മൾ അനക്സ് ചെയ്തെടുത്തിരുന്ന അമ്പലപ്പുഴ, തെക്കുംകൂർ, വടക്കുംകൂർ രാജാക്കന്മാരെല്ലാം പോയി കൊച്ചി രാജയെ കാണുന്നു. എന്നിട്ട് കൊച്ചി രാജയുടെ ഹെൽപ്പ് ചോദിക്കുന്നു ട്രാവൻകൂറിനെതിരെ. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ആ സമയത്ത് തന്നെയാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ കരപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലം, കൊച്ചിക്ക് ബിലോങ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കരപ്പുറം, അതിനെ കോൺകർ ചെയ്തു. അപ്പോൾ എന്തായാലും കൊച്ചി രാജാവ് അടങ്ങിയിരിക്കില്ല. അങ്ങനെ കൊച്ചിയും ട്രാവൻകൂറുമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാകാൻ പോകണം. അപ്പോൾ ഈ കരപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം അനക്സ് ചെയ്തിട്ട് ചാഴൂർ തമ്പാൻസിനാണ് മാർത്താണ്ഡവർമ്മ കൊടുക്കുന്നത് കേട്ടോ. ഒരു ട്രാവൻകൂറിൻ്റെ ഒരു ഫ്യൂഡേറ്ററി ആയിട്ട് ഇരിക്കാനായിട്ട് കൊടുക്കും. ഇത് കൊച്ചി രാജാവിനെ ഒട്ടും ഇഷ്ടമല്ല, ബിക്കോസ് അവരുടെ സ്ഥലമാണല്ലോ. അങ്ങനെ ഒരു മാസ് അപ്സർജ് ഉണ്ടാവുന്നുണ്ട്. കൊച്ചി ട്രാവൻകൂറിനെതിരെ ഒരു മാസ് അപ്സർജ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇത് കാരണം കൊച്ചി ആർമിനെ ലീഡ് ചെയ്തിരുന്നത് പള്ളിയിൽ ഇടക്കേല മേനോനാണ്. വെരി ഇമ്പോർട്ടൻ്റ് നെയിം. റൈറ്റ്. നെക്സ്റ്റ് അങ്ങനെ കൊച്ചിയുമായിട്ടുള്ള ഇഷ്യൂ ആണ് ബാറ്റിൽ ഓഫ് അമ്പലപ്പുഴയിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ട്രാവൻകൂർ ആർമി അണ്ടർ രാമയ്യൻ ആൻഡ് ഡി ലെനോയ് met the Kochi forces in the Battle of ആനന്ദേശ്വരം. ബാറ്റിൽ ഓഫ് അമ്പലപ്പുഴയാണ് ബാറ്റിൽ ഓഫ് ആനന്ദേശ്വരം. 3rd of January 1754 നടക്കുന്നത്. അങ്ങനെ ഇടക്കേല മേനോനെ ക്യാപ്ചർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു. കൊച്ചി ടെറിട്ടറീസ് എല്ലാം നമ്മുടെ പ്രിൻസ് രാമവർമ്മ ക്യാപ്ചർ ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ കൊച്ചി രാജാവ് പീസിന് വേണ്ടിയിട്ട് സ്യൂ ചെയ്തു. അങ്ങനെ അരുക്കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം വരെ ട്രാവൻകൂർ ആർമി ഇപ്പോൾ പൊസഷനിലാണ് കേട്ടോ. അങ്ങനെ പീസിന് സ്യൂ ചെയ്തപ്പോൾ കൊച്ചി ട്രാവൻകൂർ അലയൻസ് ഉണ്ടായി. ഇപ്പം ഈ ഒരു അലയൻസിന് ഏറ്റവും വലിയ കാരണം ജമോറിൻ ഓഫ് കാലിക്കറ്റിനെതിരെയുള്ള പ്രശ്നമാണ്. കാരണം
കൊച്ചി ടെറിട്ടറീസ് എല്ലാം കാലിക്കട്ട് സാമൂതിരി ഇൻവേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനെതിരെ ട്രാവൻകൂറും കൊച്ചിയും ഒരു അലയൻസ് ഫോം ചെയ്യുന്നു 1757. സോ പാലിയത്ത് കോമി അച്ഛൻ, സോ ഹി വാസ് എ പ്രിസണർ ആഫ്റ്റർ ദി ബാറ്റിൽ ഓഫ് അമ്പലപ്പുഴ. റൈറ്റ്, ഹി ബിക്കെയിം ദി പ്രൈം മിനിസ്റ്റർ ഓഫ് കൊച്ചി ആഫ്റ്റർ ദാറ്റ്, പാലിയത്ത് കോമി അച്ഛൻ. ഇങ്ങനെ മാർത്താണ്ഡവർമ്മ ഗോട്ട് എ പീസ്ഫുൾ നെയ്ബർ ഓൺ ദി നോർത്തേൺ ബോർഡർ ഓഫ് ഹിസ് സ്റ്റേറ്റ്. കൊച്ചി ഒരു പീസ്ഫുൾ നെയ്ബറായിട്ട് മാറി. ഇനി ഇതിപ്പോൾ നോർത്തിലാണ്, ഈസ്റ്റിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ സാഹിബും ബാബാ സാഹിബും, നമ്മൾ മോഡേൺ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, നവാബ് ഓഫ് ആർക്കട്ടിൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ചന്ദ സാഹിബും നാനാ സാഹിബും ഈസ്റ്റിൽ, അതായത് നാഗർകോയിലിൽ ഇൻവേഷൻ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ട്രാവൻകൂർ തന്നെ കുറേ ലാർജ് സം ഓഫ് മണിയൊക്കെ കൊടുത്ത് ഒതുക്കി വിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മുടെ അനക്സേഷൻ്റെ കഥകൾ. നെക്സ്റ്റ് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ നോക്കാം. So, the reign of Marthandavarma saw introduction of some important administrative reforms. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി മാർത്താണ്ഡവർമ്മയ്ക്ക് ലോയൽ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഓഫ് കാലിബർ ഉണ്ടായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ രാമായൺ ദളവ, നമ്മൾ കൊല്ലത്തിനെതിരെയൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന രാമായൺ ദളവ. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പബ്ലിക് യൂട്ടിലിറ്റി വർക്ക്സ് ഒക്കെ ഒരുപാട് ചെയ്തിരുന്നു. പത്മനാഭപുരം പാലസ് വാസ് ഇംപ്രൂവ്ഡ്. കൃഷ്ണപുരം പാലസ് കൺസ്ട്രക്ട് ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്, കൃഷ്ണപുരം പാലസ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ മാർത്താണ്ഡവർമ്മ. ഒരുപാട് റോഡ്സും കനാൽസും എല്ലാം ഓപ്പൺ ചെയ്തു. അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്തു. പൊന്മൻ ആൻഡ് പുത്തം ഡാംസ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത് മാർത്താണ്ഡവർമ്മയുടെ സമയത്താണ്. ഡിഫൻസ് സിസ്റ്റം ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്തിരുന്നു. ഫോർട്ട്സ് വെർ ബിൽറ്റ് ഇൻ സെൻറ്റേഴ്സ് ലൈക്ക് പത്മനാഭപുരം, ട്രിവാൻഡ്രം എക്സെട്ര. അതുപോലെ തന്നെ കൊയിലോൺ, മാവേലിക്കര, ചങ്ങനാശ്ശേരി പോലുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഓൾഡ് ഫോർട്ട്സിനെല്ലാം റിപ്പയർ ചെയ്തിരുന്നു. ട്രാവൻകൂർ ആർമി യൂറോപ്യൻ മോഡലിൽ ട്രെയിൻ ചെയ്തു. ആര്? ഡി ലെനോയ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ബിക്കോസ് ഹി വാസ് എ ഡച്ച് മാൻ, സോ ഡി ലെനോയ് യൂറോപ്യൻ മോഡലിൽ ട്രാവൻകൂർ ആർമീനെ ട്രെയിൻ ചെയ്തെടുത്തു. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പേരാണ് നമ്മുടെ മല്ലൻ ശങ്കരൻ്റേത്. മല്ലൻ ശങ്കരൻ ഓഫ് പള്ളിയാടി. ഇപ്പം ലാൻഡിനെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരക്കടവ് എന്നുള്ള 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് മല്ലൻ ശങ്കരനാണ്. എവറി ലാൻഡ് ഹോൾഡർ വാസ് ഗിവൻ എ പട്ട, അത് ഓർത്ത് വെച്ചേക്കാം. കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് വാസ് റിയോർഗനൈസ്ഡ്. ട്രേഡിൽ മൊണോപ്പൊളി ഉണ്ടായിരുന്നു സ്റ്റേറ്റിന്. ലൈക്ക് ഫോർ എക്സാമ്പിൾ മൊണോപ്പൊളി ഇൻ പെപ്പർ, ടൊബാക്കോ, കാശിയ പ്രോഡക്ട്സിൽ സ്റ്റേറ്റിന് മൊണോപ്പൊളി ഉണ്ടായിരുന്നു ട്രേഡിൽ. അതുപോലെ തന്നെ ചൗക്കീസ് ഓർ കസ്റ്റം ഹൗസസ് വെർ സെറ്റപ്പ് ഓൺ ഫ്രോൺഷ്യസ് ടു പ്രിവെൻറ്റ് സ്മഗ്ലിംഗ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചൗക്കീസ് എല്ലാം സെറ്റപ്പ് ചെയ്തിരുന്നു. ഇമ്പോർട്ടും എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. മാവേലിക്കര വാസ് മെയ്ഡ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഓർത്ത് വെച്ചേക്കാം, മാവേലിക്കര വാസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്. സോൾട്ട് മാനുഫാക്ചർ ഒരു സ്റ്റേറ്റ് മൊണോപ്പൊളി ആയിരുന്നു. Now, Marthandavarma reorganized the system of administration with the village under the Pravartikars. Pravartikar എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലുള്ള ഒഫീഷ്യൽസ് ആണ്. റൈറ്റ്. പിന്നെ ഗ്രൂപ്പ് ഓഫ് വില്ലേജസിനെ നമ്മൾ മണ്ഡപത്ത് വട്ടുകൾ എന്നാണ് വിളിച്ചിരുന്നത്. മണ്ഡപത്ത് വട്ടുകൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആണ്. ഇനി ഈ ഗ്രൂപ്പ് ഓഫ് വില്ലേജസിലെ മണ്ഡപത്ത് വട്ടുകാരൻ്റെ ഒഫീഷ്യൽസിനെയാണ്, അല്ലെങ്കിൽ വാസ് അണ്ടർ ദി ഒഫീഷ്യൽസ് കോൾഡ് കാര്യക്കാർസ്. ഇന്നത്തെ തഹസീൽദാർ ഉണ്ടല്ലോ, അവരുടെ ഒരു ഇക്വാലൻ്റ് ആയിട്ടുള്ള പൊസിഷനായിരുന്നു അന്നത്തെ കാര്യക്കാർക്ക്. നെക്സ്റ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇന്നോവേഷൻ വാസ് ആനുവൽ ബഡ്ജറ്റ്. പതിവ് കണക്ക് എന്ന് പറഞ്ഞ ആനുവൽ ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഫോർ അലോട്ടിങ് സ്പെസിഫിക് സംസ് ഓഫ് മണി ഫോർ വേരിയസ് ഐറ്റംസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇനിയാണ് തൃപ്പടിദാനം. തൃപ്പടിദാനം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് തിരുവിതാംകൂറിനെ ശ്രീ പത്മനാഭ സ്വാമിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു പ്രക്രിയയാണ് തൃപ്പടിദാനം. തൃപ്പടിദാനം നടക്കുന്നത് ഒരു വെനസ്ഡേ ആണ്, January 3rd, 1750. വെരി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, January 3rd, 1750. ഓൺ ദി ഓസ്പീഷ്യസ് ഡേ ഓഫ് രേവതി ആസ്റ്ററിസം ഓൺ മകരം ആണ് തൃപ്പടിദാനം നടക്കുന്നത്. ദ ന്യൂലി എക്സ്പാൻഡഡ് കിങ്ഡം ഓഫ് ട്രാവൻകൂർ വാസ് ഡെഡിക്കേറ്റഡ് ടു ദ ഡെയ്റ്റി ശ്രീ പത്മനാഭ ഓഫ് ട്രിവാൻഡ്രം. സോ അങ്ങനെ ഈ രാജാവും അദ്ദേഹത്തിൻ്റെ എല്ലാ സക്സസേഴ്സും ബിക്കെയിം ദ സെർവൻറ്റ്സ് ഓഫ് ശ്രീ പത്മനാഭദാസാസ് ആയിട്ട് മാറി. ഇതിന് ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടിയുണ്ട്. ഇങ്ങനെ ഒരു ഡെയ്റ്റിയുടെ കീഴിലാക്കുമ്പോഴത്തേക്കും ഒരുപാട് റെബല്യൻസിനെ തടുക്കാൻ പറ്റും. ലൈക്ക് ഫ്യൂച്ചർ റെബല്യൻസ് അഗെയിൻസ്റ്റ് എ സ്റ്റേറ്റ് വെർ പ്രിവെൻറ്റഡ്. ബിക്കോസ് ഇങ്ങനെ ട്രാവൻകൂറിനെതിരെ റെബല്യൻസ് ഉണ്ടാക്കിയാൽ അത് ഇർറിലീജിയസ് ആയിട്ട് കണക്കാക്കപ്പെടും. കാരണം ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ കീഴിലാണ് ട്രാവൻകൂർ ഉള്ളത്. അപ്പോൾ ദൈവത്തിന് എതിരെയായിട്ടുള്ളൊരു റെബല്യനായിട്ട് ട്രാവൻകൂറിനെതിരെയുള്ള റെബല്യൻസ് കണക്കാക്കപ്പെടും. So, Tripadidanam helped in a long run to ensure political stability. Tripadidanam helped in political stability of Travancore. Right?
അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമിയുടെ ഐഡൽ വേണ്ടിയിട്ട് സാലഗ്രാമംസ് കൊണ്ടുവന്നിരുന്നത് ഗണ്ഡക് റിവറിൽ നിന്നാണ്. 12,000 സാലഗ്രാമംസ് വേർ. അതുപോലെ തന്നെ ഒറ്റക്കൽ മണ്ഡപം, അതായത് നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ പ്ലാറ്റ്ഫോം വിച്ച് ഈസ് ബിൽറ്റ് ഓഫ് എ ലാർജ് സിംഗിൾ പീസ് ഓഫ് സ്റ്റോൺ. ഈ ഒരു ഒറ്റക്കൽ മണ്ഡപം വാസ് ഇറക്റ്റഡ് ഇൻ ദ ടെമ്പിൾ ഡ്യൂറിങ് മാർത്താണ്ഡവർമാസ് ടൈം. മാർത്താണ്ഡവർമ്മ അതേ സമയത്താണ് ഈസ്റ്റേൺ ഗോപുരം വാസ് ബിൽറ്റ്. ഈസ്റ്റേൺ ഗോപുരം ഓഫ് ദ പത്മനാഭസ്വാമി ടെമ്പിൾ വാസ് ഓൾസോ ബിൽറ്റ് ഡ്യൂറിങ് ദിസ് ടൈം. അപ് ടു ഇറ്റ്സ് 5th സ്റ്റോറി, 5ാം നില വരെ ഈസ്റ്റേൺ ഗോപുരം ബിൽറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഉത്സവങ്ങൾ വലിയ രീതിയിൽ നടക്കാൻ തുടങ്ങി. കർത്തവീരാർജുന, പുരാണാസിലുള്ള കർത്തവീരാർജുനാസ് അനുസരിച്ചിട്ടുള്ള ഭദ്രദീപം മുരജപം പോലുള്ള റിലീജിയസ് സെറമണീസ് ഈ ഒരു ടെമ്പിളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മയുടെ സമയത്താണ്. ഫൈനലി ദ കൾച്ചറൽ പ്രോഗ്രസ് നോക്കുമ്പോഴത്തേക്കും ലിറ്ററേച്ചറും ആർട്സും ഒക്കെ ഒരുപാട് പ്രോഗ്രസ് നടത്തിയിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും എല്ലാം മാർത്താണ്ഡവർമ്മയുടെ കോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂത്ത്, കഥകളി, തുള്ളൽ പോലുള്ള ടെമ്പിൾ ആർട്ട് ഫോംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്സ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം പത്മനാഭപുരം പാലസിലൊക്കെ മ്യൂറൽ പെയിൻറ്റിങ്സ് എല്ലാം അതിന് എക്സാമ്പിളാണ്. വളരെ നല്ല രീതിയിൽ മ്യൂറൽ പെയിൻറ്റിങ്സ് എല്ലാം അണ്ടർടേക്ക് ചെയ്തിരുന്നു ഈ ഒരു സമയത്ത്. ഇതൊക്കെ കൊണ്ട് തന്നെ മാർത്താണ്ഡവർമ്മ ഈസ് നോൺ ആസ് ദി മേക്കർ ഓഫ് മോഡേൺ ട്രാവൻകൂർ. അപ്പോൾ ഇത്രയാണ് മാർത്താണ്ഡവർമ്മേനെ പറ്റിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ധർമ്മരാജയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, സോ താങ്ക് യു.